A+2 ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം കേരള സംസ്ഥാന മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ, അതായത് സമുന്നതി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള സർക്കാരിന് കീഴിലുള്ള ക്ഷേമ കോർപ്പറേഷൻ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിന് വേണ്ടി നൽകുന്ന 2 ലക്ഷം രൂപ വരെയുള്ള ധനസഹായ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഇത് ചോദ്യോത്തര രീതിയിൽ അവതരിപ്പിക്കാം, കൂടുതൽ ലളിതമായി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഈ ചാനൽ ഇത്തരം വിവരങ്ങളാണ് കൂടുതലായും നിങ്ങൾക്കായി പങ്കുവെക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നൽകുന്ന എല്ലാ ധനസഹായ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും അതാത് സമയം ലഭ്യമാകും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതിയാവും. ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്താൽ അതാത് ദിവസം ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാനും കഴിയും. ചോദ്യോത്തര രീതിയിലേക്ക് ഞാൻ വരുന്നു. അത് കൂടുതൽ വേഗം നിങ്ങൾക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ പദ്ധതി നടപ്പാക്കുന്നത് ഏത് ഏജൻസിയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരള സർക്കാരിന് കീഴിലുള്ള കേരള മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ, സമുന്നതി എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഏത് പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ ഈ തുക അനുവദിക്കുന്നത്? ഭവന പുനരുദ്ധാരണ പദ്ധതി അല്ലെങ്കിൽ അഗ്രഹാരങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതി. ഈ പദ്ധതികൾക്ക് വേണ്ടിയാണ്, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക അനുവദിക്കുക. ഇതിന് അർഹത ആർക്കൊക്കെയാണ്? അർഹത കേരളത്തിലെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇത് അനുവദിക്കുക. സംവരണേതര വിഭാഗത്തിൽപ്പെട്ടവർ, നമുക്കറിയാം കേരളത്തിലെ 162 പരം സംവരണേതര സമുദായങ്ങളുണ്ട്. ആ സമുദായത്തിലെ അംഗങ്ങൾക്കാണ് ഇത് അനുവദിക്കുക. അവരുടെ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് ഈ തുക അനുവദിക്കുക. അഗ്രഹാരങ്ങൾക്കും ഇത് അനുവദിക്കും. എത്ര തുകയാണ് അനുവദിക്കുക? 2 ലക്ഷം രൂപയാണ് ഇതിന് അനുവദിക്കുക. ഇതിന് അർഹത ആർക്കൊക്കെയാണ്? 1, കേരളത്തിലെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരായിരിക്കണം. 2, കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ കവിയാത്തവരുമായിരിക്കണം. 3, നമ്മുടെ റേഷൻ കാർഡ് മുൻഗണന AAY അന്ത്യയോജന, അന്നയോജന റേഷൻ കാർഡ് കൈവശമുള്ളവരോ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് കൈവശമുള്ളവരോ ആയിരിക്കണം. ഇത് 3 പ്രധാനപ്പെട്ട നിബന്ധനകൾ. കൂടാതെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെയോ ഭവന പദ്ധതികൾ, ഏത് തരം ഭവന പദ്ധതികളുടെയും ഉപഭോക്താക്കൾ അല്ലാത്ത ആളുകളായിരിക്കണം. 10 വർഷത്തിനുള്ളിൽ ഈ ഭവന നിർമ്മാണമോ ഭവന പുനരുദ്ധാരണമോ ആയി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ധനസഹായം ലഭിച്ചിട്ടുള്ളവർക്ക് ഈ ധനസഹായത്തിന് അർഹത ഉണ്ടാവുകയില്ല. ഇതിന് അപേക്ഷ എവിടെ നിന്നാണ് ലഭിക്കുക? സമുന്നതിയുടെ ഓഫീസിൽ നിന്ന് ഇത് ലഭിക്കും. ഇല്ലെങ്കിൽ സമുന്നതിയുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് അപേക്ഷ ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും. അപേക്ഷ എങ്ങനെയാണ് അയയ്ക്കുക? തപാൽ മാർഗം അല്ലെങ്കിൽ ഈ ഓഫീസിൽ, തിരുവനന്തപുരം കവടിയാറിലുള്ള സമുന്നതിയുടെ ഓഫീസിലും നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാം. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്നതല്ല. അപേക്ഷ ഫീസും ഇതിനില്ല. അപേക്ഷയോടൊപ്പം എന്തെല്ലാം രേഖകളാണ് ഹാജരാക്കാനുള്ളത്? 1, ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ്, അതായത് സംവരണേതര സമുദായത്തിൽപ്പെട്ട ആളാണ്, മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന് തെളിയിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 2, വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 4 ലക്ഷം രൂപയാണ് വരുമാന പരിധി. ഈ വരുമാന പരിധിക്കുള്ളിലാണ് ഈ അപേക്ഷകൻ എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭിക്കുക. 3, ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്. ഈ വീടിൻ്റെ ഉടമസ്ഥനാണ് താൻ എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. വീടിൻ്റെ ഏറ്റവും വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ കരം അടച്ച രസീത്, ഏറ്റവും ഒടുവിൽ കരം അടച്ച രസീത് ഹാജരാക്കണം. കരം അടച്ച രസീത് ഇല്ലെങ്കിൽ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും മതി. ഈ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് തെളിയിക്കാനായിട്ട് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, അതായത് താമസ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ഇത് ലഭിക്കും. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, താമസിക്കുന്നു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
ഇതാണ് പ്രധാനമായും നിങ്ങൾ ഹാജരാക്കേണ്ട രേഖകൾ. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കരം ഒടുക്കിയ രസീത്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്. പ്രധാനമായും ഹാജരാക്കേണ്ടത് ഇത്തരം രേഖകളാണ്. ജാതി സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തവർക്ക് SLC ബുക്കിൻ്റെ പകർപ്പ് ഹാജരാക്കിയാലും മതി. അതിനകത്ത് ജാതിയുടെ കോളം പൂരിപ്പിച്ചിരിക്കണം. ആ കോളത്തിൽ ജാതി കാണിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം SLC ബുക്കിലുള്ളത്, എങ്കിൽ അത് മതിയാകും. റേഷൻ കാർഡിൻ്റെ പകർപ്പ് വേണം, ആധാർ കാർഡിൻ്റെ പകർപ്പും ആവശ്യമാണ്. ഇതാണ് പ്രധാനമായും നിങ്ങൾ സമർപ്പിക്കേണ്ട രേഖകൾ. ഇനി ഈ മാനദണ്ഡം സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അതായത് വരുമാനം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയിൽ ഏകദേശം ഒരു കൂടുതൽ ആളുകൾ 4 ലക്ഷം രൂപയുണ്ടെന്ന് വെക്കുക. ഇതിന് സർക്കാർ അനുവദിച്ചിട്ടിരിക്കുന്ന ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. കൂടുതൽ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഡിസർവിങ് ആരാണോ അവർക്കാണ് ഈ തുക അനുവദിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്ക് ആദ്യ മുൻഗണന കൊടുക്കും. അങ്ങനെയാണെങ്കിലും അതായത് ഒരേ വരുമാനമുള്ള ഒന്നിലേറെ ആളുകൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ പരിഗണന കിട്ടുന്നത് ഈ സ്ത്രീകൾ കുടുംബനാഥയായിരിക്കുന്നവർക്ക് പരിഗണന കിട്ടും. മാരക രോഗം കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പരിഗണന കിട്ടും. അംഗവൈകല്യമുള്ള ആളുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് പരിഗണന ലഭിക്കും. അതുപോലെ ഡൈവേഴ്സ് ചെയ്തവർ, വിവാഹ മോചനം നേടിയവർ, അനാഥരായവർ, അവിവാഹിതർ, ഈ കാറ്റഗറിയിലൊക്കെ ഉള്ള ആളുകൾക്ക് കൂടുതൽ പരിഗണന കൊടുത്ത് അതിൽപ്പെട്ടവരെ ആയിരിക്കും പ്രിയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇതാണ് പ്രധാനമായും ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരം. ഗവൺമെൻറ് അനുവദിക്കുന്ന ഫണ്ട് പ്രകാരമാണ് ഇതിലുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം നിശ്ചയിക്കുക. അതുകൊണ്ട് അപേക്ഷിക്കാൻ മടി കാട്ടാതിരിക്കുക, നിങ്ങൾ അപേക്ഷിക്കുക തന്നെ വേണം. ഇതിൽ അങ്ങനെ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഈ സമുന്നതിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ വീട് പരിശോധിക്കാൻ എത്തിയേക്കാം. അവർ പരിശോധിച്ച് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ഈ എസ്റ്റിമേറ്റിൻ്റെ 50% തുക ആദ്യമായി നിങ്ങൾ ഈ സമുന്നതിയുമായി ഒരു എഗ്രിമെൻ്റ് വെക്കുമ്പം തന്നെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെയാണ് ലഭിക്കുക. അത് കഴിഞ്ഞ് വീട് പൂർത്തിയാക്കുമ്പോൾ, അതായത് കംപ്ലീഷൻ സ്റ്റേജിലായി എന്ന് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, സമുന്നതിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം, അവർ അധികാരപ്പെടുത്തുന്ന എഞ്ചിനീയറിംഗ് വിഭാഗം വീട് ഏകദേശം അറ്റകുറ്റപ്പണി പൂർത്തിയായി എന്ന് കാണിച്ചുകൊണ്ടൊരു സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ഗഡുവായ 50% തരും. അതായത് 2 ലക്ഷം രൂപയുടെ 50% തരും. എത്രയാണ് വീടിന് വേണ്ടതെന്ന് ഈ എസ്റ്റിമേറ്റ് പ്രകാരമാണ് നിശ്ചയിക്കുക. അപേക്ഷിക്കുന്ന എല്ലാവർക്കും 2 ലക്ഷം തരണമെന്നില്ല. അവർ വീട് പരിശോധിച്ചിട്ട് ആ വീടിന് ഇത്ര തുക ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വരും, ഇല്ലെങ്കിൽ ആ അഗ്രഹാരത്തിന് ഇത്ര തുക അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വരും എന്ന് കാണിച്ച് അവർ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ഗഡുക്കളും അനുവദിച്ച് കിട്ടുക. ഇതിൻ്റെ അവസാന തീയതി എന്നാണ്? അടുത്ത മാസം 13-ാം തീയതിയാണ് അവസാന തീയതി. 13/4/2022 ആണ് അവസാന തീയതി. അത് മറക്കാതിരിക്കുക. ഈ അപേക്ഷ ലഭിക്കുന്നതും വെബ്സൈറ്റ് ഞാൻ പറയാം. ഈ വെബ്സൈറ്റ് നോട്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും മതി. www.kswcfc ഇതാണ് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി ഞാനത് ആവർത്തിക്കുന്നു, www.kswcfc.org ഇതാണ് അതിൻ്റെ സൈറ്റ്. ഈ സൈറ്റിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇതിൽ നിന്നും ലഭിക്കും. ഇനി നിങ്ങൾക്ക് അഡ്രസ്സ് കൂടി ഞാനൊന്ന് പറയാം. സമുന്നതി ബ്രാക്കറ്റിൽ കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ 1/2 കുലീന TC 23 2772 2772 ജവഹർ നഗർ കവടിയാർ തിരുവനന്തപുരം. പിൻകോഡ് 695003 കവടിയാറുള്ള പിൻകോഡാണ്. അവിടുത്തെ ഫോൺ നമ്പർ 047123111215 ഇതാണ് ഫോൺ നമ്പർ. ഒരു വാട്സാപ്പ് നമ്പർ കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 623811703112. ഇത് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അതുകൂടി നോക്കി ഉറപ്പാക്കിയതിന് ശേഷം ഈ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ബന്ധപ്പെടാം.
ഇതാണ് ഭവന പുനരുദ്ധാരണ പദ്ധതി. സമുന്നതി നടപ്പാക്കുന്ന ഭവന പുനരുദ്ധാരണ പദ്ധതി. ഭവനം മാത്രമല്ല, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, അഗ്രഹാരങ്ങൾക്കും അതിൻ്റെ പുനരുദ്ധാരണത്തിനും ഈ തുക ലഭിക്കും. ഭവനങ്ങളുടെ പുനരുദ്ധാരണത്തിനാണ് ഇത് ലഭിക്കുക. അറ്റകുറ്റപ്പണി അനിവാര്യമാണെന്ന് കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് തുക അനുവദിക്കും. ഇതിന് അപേക്ഷിക്കണം. ആരും പഠിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അർഹതയുള്ളവരെല്ലാം അപേക്ഷിക്കണം. ഇതിൽ കൂടുതലും പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതൽ ആ വിഭാഗത്തിലെ മുന്നോക്ക സമുദായത്തിലെ, സംവരണേതര സമുദായത്തിലെ കൂടുതൽ ദരിദ്ര വിഭാഗങ്ങൾക്കാണ് ഈ തുക കിട്ടുക. അതിൽ തന്നെ കൂടുതൽ ആളുകൾ വരുമ്പോൾ അതിന് തരംതിരിവിനായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടാവുക. സ്ത്രീകൾക്ക് മുൻഗണന, സ്ത്രീകൾ കുടുംബനാഥയായിട്ടുള്ള വീടുകൾക്ക് മുൻഗണന, ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന, രോഗികൾ ഉള്ള കുടുംബത്തിന് മുൻഗണന, ഇങ്ങനെ ഓരോ മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്. വിധവകൾക്ക് മുൻഗണന, വിവാഹമോചിതർക്ക് മുൻഗണന, അവിവാഹിതർക്ക് മുൻഗണന, അങ്ങനെ മാർക്കിട്ടിട്ടാണ് ഇതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപേക്ഷിക്കാൻ അർഹതയുള്ളവരെല്ലാം അപേക്ഷിക്കണം എന്ന് അറിയിക്കുന്നു. ഇത്തരം വിവരങ്ങൾ നൽകുന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരോടും താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.